ഡൽഹി മദ്യനയ കേസിൽ ഇന്നലെ നിർണായകമായ അറസ്റ്റുണ്ടായി. ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കെ ഒരുപക്ഷെ ജയലളിതയ്ക്ക് ശേഷം അറസ്റ്റിലാവുന്ന ഒരു മുഖ്യമന്ത്രിയായി കൂടി അരവിന്ദ് കെജ്രിവാൾ മാറുകയാണ്. രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുന്ന അറസ്റ്റ് കൂടിയായി അത്. അതിനുശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ കെജ്രിവാളിന് നിർണായകമായ ദിവസമാണ് ഇന്ന്. കോടതിയുടെ ഓരോ നിരീക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്. ആം ആദ്മി പാർട്ടി തുടർച്ചയായി പറയുന്നത് തെളിവുകളില്ലാതെയാണ് ഈ അറസ്റ്റ് എന്നാണ്. ഒപ്പം കെജ്രിവാളിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടും ചില ആശങ്കകൾ ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആം ആദ്മി ആഹ്വാനം ചെയ്യുന്നു. പ്രതിപക്ഷ കക്ഷികൾ ഒന്നാകെ ഈ വിഷയത്തിൽ ഇഡിക്കെതിരെ, കേന്ദ്ര ഏജൻസികൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. BJP ഓഫീസുകൾക്ക് മുന്നിൽ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധമുണ്ടാകും. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് BJP ലഫ്റ്റനന്റ് ഗവർണറെ സമീപിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ വലിയ തോതിൽ ഈ വിഷയം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നു. ഈ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ വലിയൊരു നീക്കം ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഈ വിഷയത്തിന്റെ നാൾ വഴികളിലേക്ക് ഒന്ന് പോകാം. എന്താണ് മദ്യനയ കേസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. 2021 നവംബറിലാണ് മദ്യനയ കേസ് നടപ്പിലാക്കുന്നത്. മദ്യവിൽപ്പന പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുകയായിരുന്നു. ദില്ലിയെ 32 സോണുകളാക്കി തിരിച്ചു. ഓരോ സോണിലും 27 കടകൾക്ക് അനുമതി നൽകി. അങ്ങനെ 865 ഔട്ട്ലെറ്റുകൾ. ഇത് നടപ്പിലാക്കിയത് 2021 നവംബറിലാണ്. മദ്യവിൽപ്പന പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുകയായിരുന്നു. തുടർന്ന് മദ്യത്തിന്റെ ഗുണനിലവാരത്തിൽ വ്യാപകമായ പരാതി ഉണ്ടാകുന്നു. നയം നടപ്പിലാക്കിയതിൽ അഴിമതി എന്ന ആരോപണം ഉയരുന്നു. പരാതി ഉന്നയിക്കുന്നത് ദില്ലിയിലെ BJP അധ്യക്ഷൻ തന്നെയാണ്. ചട്ടം ലംഘിച്ചതായി ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകുന്നു. ലൈസൻസ് ഫീസിൽ 144.36 കോടിയുടെ ഇളവ് നൽകി എന്നുള്ള പരാതി വരുന്നു. ഈ നയം നടപ്പിലാക്കിയതിൽ അഴിമതി എന്ന ആരോപണം ഉയർന്നു വരികയാണ്. CBI അന്വേഷണത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവിടുന്നു. 2022 ജൂലൈ 30 മദ്യനയത്തിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു. മനീഷ് സിസോദിയ അടക്കം 15 പേരെ പ്രതികളാക്കുന്നു. 2021 മാർച്ച് 9 സിസോദിയ അറസ്റ്റിലാകുന്നു. കള്ളപ്പണ കേസ് അന്വേഷണം ED ഏറ്റെടുക്കുന്നു. CBI അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവിടുകയും ചെയ്യുന്നു. 2021 ഒക്ടോബർ 4 MP സഞ്ജയ് സിംഗ് അറസ്റ്റിലാകുന്നു. 24 മാർച്ച് K. കവിത അറസ്റ്റിലാകുന്നു. കെജ്രിവാൾ തുടർച്ചയായ 9 സമൻസുകൾ ലഭിക്കുന്നു. മാർച്ച് 20 ഡൽഹി കോടതി കെജ്രിവാളിനെ കൈവിടുന്നു. 2024 മാർച്ച് 21 കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഒരു നാൾ വഴികൾ. ഇന്നലെ നമുക്കറിയാം രാത്രി 7:15 കൂടിയാണ് EDയുടെ 12 അംഗ സംഘം കെജ്രിവാളിന്റെ വസതിയിലെത്തുകയും തുടർന്ന് 2 മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തത്. തുടർന്ന് കെജ്രിവാളിനെ 9:05 അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 12 ഉദ്യോഗസ്ഥർ ED സംഘത്തിലുണ്ടായിരുന്നു. കുടുംബാംഗങ്ങളുടെ അടക്കം ഫോണുകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം കൂടി നമ്മൾ കണ്ടു. രാത്രി 9:11 അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. രാത്രി 11:10 മുഖ്യമന്ത്രിയുമായി ED ഓഫീസിലേക്ക് പോകുന്ന സാഹചര്യം കൂടി ഉയർന്നു വരുന്നു. അങ്ങനെ നിർണായകമായ നീക്കങ്ങൾ ദില്ലിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോകണം. ER രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം BJPക്ക് ബദലായി വളർന്നു വന്ന ഒരു നേതാവ്. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെ അതിനിശിതമായി വിമർശിക്കുന്ന ഒരാൾ. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്കൊക്കെ അപ്പുറത്ത് മോദിയെ വിമർശിക്കുകയും അത് പല തരത്തിലാണ്. അതായത് സാമ്പത്തിക നേട്ടം പോലും മോദി ഈ വലിയ വലിയ കമ്പനികളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഉണ്ടാക്കുന്നു എന്ന വിമർശനം നിയമസഭയിൽ ഉന്നയിച്ചു. ഒപ്പം മോദിക്കെതിരെ നിരവധിയായ അഴിമതി ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നു. കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിനെതിരെ ആദ്യഘട്ടത്തിൽ വിമർശനം ഉന്നയിച്ച ആൾ കൂടിയാണ് കെജ്രിവാൾ. ആ കെജ്രിവാളാണ് ഏറ്റവും ഒടുവിൽ EDയുടെ വലയിലാകുന്നത്. എന്താകും കെജ്രിവാളിന്റെ ഭാവി? രഞ്ജിത്ത്, ഇന്ന് ഏതായാലും നിർണായക ദിനമാണ്. കാരണം ഡൽഹി മദ്യനയ കേസ് ഏറെ നാളായി ദേശീയ രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായ കേസാണ്. ഈ കേസിൽ നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അറസ്റ്റിലായിരുന്നു. മനീഷ് സിസോദിയ ഡൽഹി ഉപമുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു. മനീഷ് സിസോദിയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ പ്രധാനപ്പെട്ട നേതാവ്. പിന്നീട് സഞ്ജയ് സിംഗ് പാർട്ടിയുടെ ദേശീയ നേതാവായിരുന്നു, ഒപ്പം രാജ്യസഭാംഗമായിരുന്നു സഞ്ജയ് സിംഗ് അറസ്റ്റിലായി. അതിനുശേഷം ഇപ്പോൾ കെജ്രിവാളിന്റെ അറസ്റ്റിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കെജ്രിവാളിന്റെ അറസ്റ്റ് ഏതായാലും വലിയ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന അറസ്റ്റ് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇന്ന് ഏതായാലും കേജ്രിവാളിനെ സംബന്ധിച്ചും ഒപ്പം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും നിർണായക ദിനമാണ്. കാരണം ഇന്ന് സുപ്രീം കോടതിയിൽ ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുന്നുണ്ട്. അതായത് റിട്ട് ഹർജിയാണ് ആം ആദ്മി പാർട്ടി നൽകിയിരിക്കുന്നത്. കാരണം ഇന്നലെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേജ്രിവാൾ. അതായത് അറസ്റ്റ് തടയണമെന്നായിരുന്നു ആവശ്യം. ആ ആവശ്യം പക്ഷേ ഹൈക്കോടതി അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ അതിലുള്ളൊരു അപ്പീലല്ല
പോയിരിക്കുന്നത് കേജ്രിവാൾ. പകരം ഒരു റിട്ട് ഹർജി ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുമ്പോൾ അറസ്റ്റ് അടക്കം അന്യായമായ അറസ്റ്റ്, ഒപ്പം തന്നെ തന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് സ്വാഭാവികമായും അതിൽ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ ഇന്ന് 10:30 ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് മുമ്പാകെ ഈ ഹർജി അല്ലെങ്കിൽ ഈ വിഷയം ഉന്നയിക്കും. തുടർന്ന് കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും തുടർന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാവി. കാരണം നിലവിൽ ഈ മാർച്ച് മാസത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവൃത്തി ദിനമാണ് ഇന്ന്. കാരണം ഹോളി അടക്കമുള്ള അവധികളിലേക്ക് സുപ്രീം കോടതി കടക്കുകയാണ്. സ്വാഭാവികമായും ഇന്നൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ സുപ്രീം കോടതി അടിയന്തരമായി ഇത് വാദം കേൾക്കാൻ തീരുമാനിച്ചാൽ അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച്, കേജ്രിവാളിനെ സംബന്ധിച്ച് ഒരു ആശ്വാസമാകും. അതല്ല, എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയില്ല എന്ന് തുടങ്ങിയ ചോദ്യങ്ങളിലേക്ക് സുപ്രീം കോടതി കടക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും 10:30 ഈ ഒരു വിഷയം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് മുമ്പാകെ ഉന്നയിക്കും. 2 മണിക്കായിരിക്കും കേജ്രിവാളിനെ ED ഏതായാലും ഹാജരാക്കുക റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ED ഉന്നയിക്കുക ഈ കേസിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ അരവിന്ദ് കെജ്രിവാളാണ്. അപ്പോൾ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. 10 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കും. കാരണം കഴിഞ്ഞ ആഴ്ച കവിത അറസ്റ്റിലായപ്പോൾ, BRS നേതാവ് കവിത അറസ്റ്റിലായപ്പോൾ ഈ ഒരു ആവശ്യമാണ് ED മുന്നോട്ട് വെച്ചിരുന്നത്. തുടർന്ന് കോടതി 7 ദിവസം അനുവദിക്കുകയായിരുന്നു. ഇന്ന് സ്വാഭാവികമായും ഇവരെ ഒരുമിച്ച് ഇരുന്ന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 100 കോടി രൂപ കവിതയും ഒപ്പം തന്നെ മനീഷ് സിസോദിയും അരവിന്ദ് കെജ്രിവാളും ഗൂഢാലോചന നടത്തി 100 കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് തുടങ്ങിയ വാദങ്ങൾ നേരത്തെ തന്നെ ED ഉന്നയിച്ചതാണ്. അക്കാര്യങ്ങൾ ഒരുപക്ഷെ കോടതിയിൽ വീണ്ടും ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം, 10 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യമൊക്കെ ED മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും വിചാരണ കോടതിയിൽ നിന്ന് ഒരു ജാമ്യം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത്. 10:30 ഏതായാലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് മുമ്പാകെ ഈ വിഷയം ഉന്നയിക്കാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ഇതിന്റെ നിയമപരമായ ഈ വിവാദവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ്. രാകേഷ്, ഇതുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇതാർക്ക് ഗുണം ചെയ്യും എന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഈ തുടക്കത്തിൽ ചില മന്ത്രിമാർ അറസ്റ്റിലായ സിസോദിയെ പോലുള്ള പ്രധാനപ്പെട്ട ആൾ അറസ്റ്റിലായപ്പോൾ തന്നെ ഇതിന്റെ ഈ ആരോപണങ്ങളുടെ ഒരു വിശ്വാസ്യത അതല്പം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ഈ പറഞ്ഞതുപോലെ കെജ്രിവാളിലേക്ക് കൂടി എത്തുമ്പോൾ ഈ ശക്തമായ തെളിവുകളില്ലാതെ ഇതിനെ സമീപിക്കുമോ ED എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി കൂടിയാണ്, മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഏറെ ഗൗരവതരമായ സംഗതിയുമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ ഇതിനെ എങ്ങനെ വിലയിരുത്തണം? BJP ഇതിനെ രാഷ്ട്രീയ നേട്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിനെ ഒരു സഹതാപ തരംഗമാക്കിക്കൊണ്ട് AAPക്ക് എന്ത് മെച്ചമുണ്ടാക്കാൻ സാധിക്കും, കുറഞ്ഞ ദില്ലിയിലെങ്കിലും? രഞ്ജിത്ത്, ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നതുകൂടി അതിന്റെ പ്രാധാന്യം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഡൽഹിയിൽ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് മാറ്റമുണ്ട്. കാരണം 2014 ആകട്ടെ 2019 ആകട്ടെ അവിടെ BJP, ആം ആദ്മി പാർട്ടി, കോൺഗ്രസ് ഈ 3 കക്ഷികൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു. ഈ 3 കക്ഷികളും ഏറ്റുമുട്ടിയപ്പോൾ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എല്ലാ കാലത്തും എല്ലാ സീറ്റിലും വിജയിച്ചത് BJP ആണ്. നിയമസഭയിലേക്ക് സാഹചര്യം തീർത്തും വ്യത്യസ്തമായിരുന്നു. അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ഇത്തവണ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായി മത്സരിക്കുന്നു ഡൽഹിയിൽ എന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സഖ്യമായി അതിൻ്റെ ഒരു മുഖമായി അരവിന്ദ് കെജ്രിവാൾ മാറുന്ന ഘട്ടത്തിലാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്നൊരു ആരോപണം തന്നെ, ആ വാദം തന്നെയാണ് ആം ആദ്മി പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തുന്നത്. കാരണം കേജ്രിവാളിന്റെ ഒരു അറസ്റ്റ് നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഡൽഹിയിൽ നേരത്തെ ഒരു സർവേ ആം ആദ്മി പാർട്ടി നടത്തിയിട്ടുണ്ട്. വ്യാജ കേസ്, അതായത് BJP ഒരു ഗൂഢാലോചന നടത്തുന്നു കേജ്രിവാളിനെതിരെ. അങ്ങനെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്താൽ കേജ്രിവാൾ രാജിവെക്കണമോ അതോ ജയിലിലിരുന്ന് ഭരിക്കണമോ എന്നൊരു ചോദ്യം ജനങ്ങളോട് ചോദിച്ചിരുന്നു. അന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞത് ഭൂരിഭാഗം ജനങ്ങളും കേജ്രിവാൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരട്ടെ എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്തരമൊരു നീക്കം ആം ആദ്മി പാർട്ടി ഇത് മുന്നിൽ കണ്ടിരുന്നു. സ്വാഭാവികമായും മനീഷ് സിസോദിയ അറസ്റ്റിലായപ്പോൾ തന്നെ, സഞ്ജയ് സിംഗ് അറസ്റ്റിലായപ്പോൾ തന്നെ EDയുടെ അടുത്ത നീക്കം കേജ്രിവാളിലേക്കായിരിക്കാം എന്ന് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ചിരുന്നു.